ഒരു മാസത്തോളം അദ്ദേഹത്തിന് ആ ആയുർവേദ ചികിത്സയും അതിനോടൊപ്പം നീന്തലും കൊടുത്തിട്ട് ഒരു പരിപൂർണ സുഖമായിട്ടാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. നട്ടല് സംബന്ധമായ രോഗചികിത്സയും പോസ്റ്റർ കറക്ഷൻ ജീവിതശൈലി രോഗനിവാരണത്തിലും പെരിന്തൽമണ്ണയിലെ അമൃതം ആയുർവേദ ആശുപത്രിയുടെ മാത്രം പ്രത്യേകതയായ അമൃതം പൊയ്കയിലെ ചികിത്സാ രീതികൾ ആഗോള ശ്രദ്ധയാകർഷിക്കുന്നു. നേവി ഓഫീസർ ഖത്തർ സ്വദേശിയായ ഇബ്രാഹിം മുഹമ്മദിന് പെരിന്തൽമണ്ണ അമൃതം ആശുപത്രിയിലെ ചികിത്സയിലൂടെ പൂർണ്ണ രോഗമുക്തി കൈവന്നിരിക്കുകയാണ്. ഖത്തർ സ്വദേശിയായ ഇബ്രാഹിം മുഹമ്മദ് എന്ന 52-കാരൻ ഖത്തർ നേവി ഓഫീസറായി സേവനമനുഷ്ഠിച്ചു വരുന്നതിനിടയിലാണ് സൈനികാഭ്യാസത്തിനിടെ പറ്റിയ പരിക്കിനെ തുടർന്ന് കനത്ത നടുവേദനയും പിടലുവേദനയുമായി വിവിധ രാജ്യങ്ങളിലെ ആശുപത്രികളിൽ ചികിത്സ തേടിയ അലയവെ പെരിന്തൽമണ്ണയിലെ അമൃതം ആയുർവേദ ആശുപത്രിയിലെത്തിയത്. MRI പരിശോധനയിൽ നട്ടലിന് വന്ന കേടുപാടുകൾ മനസ്സിലാക്കിയതോടെ കൃത്യമായ ആയുർവേദ ചികിത്സയും അമൃതം പൊയ്കയിലെ രാവിലെ തോറും നൽകി വന്ന ഹൈഡ്രോതെറാപ്പിയും ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ ഇബ്രാഹിം മുഹമ്മദിന് രോഗശാന്തി ലഭിച്ചു. സൂര്യപ്രകാശവും ചന്ദ്രനിലാവും തട്ടുന്ന വെള്ളം, കരകവിഞ്ഞൊഴുകുന്ന ശുദ്ധീകരണം നടത്തുന്ന പ്രകൃതിജന്യ നീരുറവയായ അമൃതം പൊയ്കയിലെ ചികിത്സ ഇബ്രാഹിമിന്റെ മനോവ്യതകളെല്ലാം മാറ്റിയെടുത്ത് സന്തോഷവാനാക്കി മാറ്റി. ചികിത്സ തുടങ്ങുമ്പോൾ 117 കിലോ ഭാരവും കടുത്ത പ്രമേഹബാധ മൂലമുള്ള രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടിയ നിലയും സാധാരണ നിലയിലാക്കാൻ അമൃതം ആശുപത്രിയിലെ ചികിത്സയിലൂടെ സാധിച്ചു. 7 കിലോ തൂക്കം 30 ദിവസത്തിനുള്ളിൽ കുറയ്ക്കാനായി. കേരളത്തിൽ ജൈവകൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന രക്തശാലി ഇനത്തിൽപ്പെട്ട അരിയുടെ കഞ്ഞിയാണ് ഇബ്രാഹിം ഉച്ചഭക്ഷണമായി സ്വീകരിച്ചത്. ഡിസ്ക് തകരാറുകൾക്ക് നൽകി വരുന്ന പ്രത്യേക ചികിത്സാ പദ്ധതികൾക്ക് പുറമെ പത്രപോടല സ്വേദനം, ശിരോധാര, വസ്തി, അവഗാഹസ്വേദം തുടങ്ങിയ ആയുർവേദ ചികിത്സകളും പ്രത്യേകം തയ്യാറാക്കിയ ഔഷധ സേവനവുമാണ് അമൃതം ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർമാരായ പി കൃഷ്ണദാസും ഷീബ കൃഷ്ണദാസും ഇദ്ദേഹത്തിന് നൽകിയത്. അമൃതം പൊയ്കയിലെ നീന്തലും ഇബ്രാഹിമിനെ രോഗമുക്തനാക്കാൻ സഹായിച്ചു. ഇബ്രാഹിം മുഹമ്മദ് പരിപൂർണ രോഗമുക്തനായാണ് തിരിച്ചു നാട്ടിലേക്ക് പോകുന്നതെന്ന് ഡോക്ടർ പി കൃഷ്ണദാസ് പറഞ്ഞു. നമ്മുടെ അമൃതം പൊയ്കയിൽ ഈ നീന്തൽ വ്യായാമം ചെയ്യുന്ന കൂട്ടായ്മയിലേക്ക് ഞങ്ങൾക്കൊരു അതിഥിയുണ്ട്. കഴിഞ്ഞ ഒരു മാസമായി ഞങ്ങളോടൊപ്പം രാവിലെ ഇവിടെ നീന്തി തുടിക്കുന്ന ഇബ്രാഹിം, അദ്ദേഹം ഖത്തർ സ്വദേശിയാണ്. അദ്ദേഹം നട്ടലിൻ്റെ ചില പ്രോബ്ലംസ് ആയിട്ടാണ് ചികിത്സയ്ക്ക് എത്തിയത്. ഒരു മാസത്തോളം അദ്ദേഹത്തിന് ആ ആയുർവേദ ചികിത്സയും അതിനോടൊപ്പം നീന്തലും കൊടുത്തിട്ട് ഒരു പരിപൂർണ സുഖമായിട്ടാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. വരുമ്പോൾ നടക്കാനൊക്കെ പ്രയാസമായിരുന്നു. നട്ടലിൻ്റെ അമിതമായ വേദന, MRIയിൽ ഒരുപാട് പ്രോബ്ലംസൊക്കെ കാണിച്ചിരുന്നു. പല ചികിത്സ ചെയ്തിട്ടും ഭേദമില്ലാതെയാണ് അമൃതം ആശുപത്രി ചികിത്സയ്ക്ക് എത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തിന് അത് നല്ല റിലീഫ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ആയുർവേദ ചികിത്സയോടൊപ്പം നമ്മൾ രാവിലത്തെ ഈ നീന്തൽ വ്യായാമമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൂക്കവും അതെ വെയിറ്റ് റിഡക്ഷനിലും കാര്യമായ പങ്കുവഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഈ ഒരു മാസം കൊണ്ട് 7 കിലോ തൂക്കം അദ്ദേഹം കുറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഭക്ഷണ നിയന്ത്രണത്തിന് നല്ല സഹകരണം ഉണ്ടായിരുന്നു. നമ്മുടെ രക്തശാലി അരി കൊണ്ടുള്ള ഭക്ഷണമാണ് ഉച്ചയ്ക്ക് കൊടുത്തിരുന്നത്. മറ്റ് നോൺ വെജൊക്കെ അദ്ദേഹം കഴിയുന്നത്ര ഒഴിവാക്കിയിരുന്നത്. എന്തായാലും നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് വളരെ സംതൃപ്തനായിട്ടാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. താൻ ഇതുവരെ സന്ദർശിച്ച ഒരു ചികിത്സാ കേന്ദ്രത്തിലും പ്രകൃതിയുമായി ഇത്രയേറെ മികവുറ്റ ചികിത്സ തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും അടുത്തു തന്നെ കുടുംബസമേതം അമൃതം പൊയ്കയിലേക്ക് തിരിച്ചെത്തുമെന്നും ഇബ്രാഹിം മുഹമ്മദ് പറഞ്ഞു. രോഗശമനമുണ്ടായതിന്റെ സന്തോഷവും അദ്ദേഹം പ്രകടിപ്പിച്ചു. العين هنا حق السباحة وراح مني الألم بعد 3 أيام وفضل الله يعني فضل الدكتور مع السباحة والعلاج والمساج والعيش اللي أكل من عنده نزلت وزني تقريبا 3-4 كيلو في الشهر. أنا أول ما جيت عندي آلام زيادة في الجسم بس عقب خف الألم بشكل رهيب يعني. إن شاء الله يعني بعيد الزيارة مرة ثانية إذا حسيت بالآلام يعني بعد 6 شهور 8 شهور إن شاء الله. അമൃതം പൊയ്കയിലെ നീന്തലിലൂടെയും ചികിത്സയിലൂടെയും നിരവധി ആളുകളാണ് രോഗമുക്തരായി തിരിച്ചുപോയതെന്നും പലയിടങ്ങളിലെയും ചികിത്സയിലൂടെ രോഗമുക്തിയാകാത്തവർക്ക് അമൃതം ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർമാരായ കൃഷ്ണദാസിന്റെയും ഷീബ കൃഷ്ണദാസിന്റെയും ചികിത്സയിലൂടെ പരിഹാരമുണ്ടെന്നും ദന്തൽ സർജൻ ഡോക്ടർ സുരേന്ദ്രൻ വ്യക്തമാക്കി. ഇവിടെ അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങളുള്ള ആൾക്കാരും, അത് പ്രത്യേകിച്ചും നെട്ടലുമായിട്ടും അതുപോലെ തന്നെ ഷോൾഡർ പെയിന്, അതുപോലെ തന്നെ കാലുകൾക്കുള്ള പെയിന്, ഇതിനൊക്കെയുള്ള ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് കൂടെ ഇവിടുത്തെ നീന്തൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതിനു വേണ്ടി നേതൃത്വം നൽകുന്ന കൃഷ്ണദാസ് ഡോക്ടറും അതുപോലെ തന്നെ ഷീബ കൃഷ്ണദാസും ഇതിൻ്റെ അകത്തുള്ള അവരുടെ പങ്കാളിത്തം, അവരുടെ സഹായം, അവരുടെ ഗൈഡൻസ് വളരെ വിലപ്പെട്ടതാണ്.
ഇവിടെ പല നാട്ടുകളിൽ പല 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 കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെയുള്ള ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തി ഖത്തറിൽ നിന്നുള്ളത്, അതുപോലെ തന്നെ മുമ്പ് പിന്നെ UAE നിന്നുള്ളൊക്കെ കുറേ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ അസുഖം മാറുകയും അവർ പല സ്ഥലത്തും ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ അതിനൊരു പരിഹാരം കാണാൻ സാധിക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇവിടെ എത്തിപ്പെടുന്നതും അവർക്ക് നല്ല ആശ്വാസം ലഭിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പെരിന്തൽമണ്ണ അമൃതം ആയുർവേദ ആശുപത്രിയും അമൃതം പൊയ്കയുമെല്ലാം ആയിരക്കണക്കിന് ആളുകൾക്കാണ് പുതിയ ജീവിതം സമ്മാനിച്ചിരിക്കുന്നത്. അമൃതം ആയുർവേദ ആശുപത്രിയിലെ ചികിത്സയെക്കുറിച്ചുള്ള അറിവുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിക്കുമ്പോൾ ഡോക്ടർ കൃഷ്ണദാസും ഷീബ കൃഷ്ണദാസും പെരിന്തൽമണ്ണയ്ക്ക് തന്നെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചാനൽ 10 പെരിന്തൽമണ്ണ.